ഒന്ന് ചിന്തിച്ചു നോക്കൂ, 80 വർഷം മുൻപത്തെ ഒരു മാഗസിനിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ? അതെ, കിട്ടും. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് 1944 പ്രസിദ്ധീകരിച്ച അഖണ്ഡ ജ്യോതി എന്നൊരു ആത്മീയ മാഗസിനിലൂടെയാണ്. അതിലെ കാലം മായ്ക്കാത്ത അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഇതാണ് ആ മാഗസിൻ. ഇതിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി. അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ പഴയ താളുകൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ജീവിത രഹസ്യങ്ങൾ. നമുക്കൊരുമിച്ച് അതൊന്ന് തുറന്നു നോക്കിയാലോ? ശരി, അപ്പോ നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരു കൃത്യമായ വഴിയുണ്ട്. ഒരു 6 സ്റ്റെപ്പുള്ള ജ്ഞാനത്തിന്റെ പിരമിഡായിട്ട് നമുക്കിതിനെ കാണാം. ധർമ്മം എന്ന അടിത്തറയിൽ തുടങ്ങി നമ്മുടെ ആരോഗ്യം വരെ എത്തുന്ന 6 പടികൾ. ഓരോ പടിയും നമ്മളിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിക്കും. അപ്പോ തുടങ്ങിയാലോ? അപ്പോ നമ്മുടെ പിരമിഡിന്റെ ആദ്യത്തെ പടി ധർമ്മം. ഈ വാക്ക് കേൾക്കുമ്പോൾ ഇതൊരു മതം സംബന്ധപ്പെട്ട ഒന്നാണെന്ന് കരുതരുത്. അല്ല, സത്യത്തിൽ നമ്മുടെ സന്തോഷമുള്ള ജീവിതത്തിന്റെ അടിത്തറയാണ് ധർമ്മം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും എന്താണ് ഈ ധർമ്മം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഗൈഡ് ബുക്കാണത്. നമ്മളെ വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്തുന്ന ഒരു കാണാക്കയ്യെ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചം പോലെ. അതാണ് ധർമ്മം. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ധർമ്മം എന്ന് പറയുന്നത് പൂജാമുറിയിലോ അമ്പലത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഒരിക്കലുമല്ല. അത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സത്യസന്ധത, മറ്റൊരാളോട് കാണിക്കുന്ന ദയ, നമ്മുടെ ക്ഷമ, ഇതിലൊക്കെയാണ് യഥാർത്ഥ ധർമ്മം ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധർമ്മം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണെന്ന് മനസ്സിലായി. ഇനി ആ ജീവിതം എങ്ങനെ മനോഹരമാക്കാം? അതിനുള്ള ഉത്തരമാണ് ലാളിത്യം. അതാണ് നമ്മുടെ പിരമിഡിന്റെ അടുത്ത പടി. നമുക്ക് ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ താഴെ വെച്ച് എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, ഒരു സൈഡിൽ എപ്പോഴും ടെൻഷനും തിരക്കും, ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഒരുപാട് കാര്യങ്ങൾ. മറ്റേ സൈഡിലോ ശാന്തത, സമാധാനം. അപ്പോൾ ഈ ലാളിത്യം എന്ന് പറയുന്നത് വെറുമൊരു ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, അത് നമ്മുടെ മനസ്സമാധാനത്തിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ്. ഈ മാസികയിൽ പറയുന്നൊരു കാര്യം കേൾക്കണം. ലാളിത്യം നമ്മുടെ ഉള്ളില് ദയയും വിനയവും സ്നേഹവും വളർത്തുന്നു. പുറമേ കാണുന്ന സൗന്ദര്യത്തെക്കാൾ എത്രയോ വലുതാണ് ഈ ഉള്ളിലുള്ള ഭംഗി, അല്ലേ? ശരി, ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഏറ്റവും വലിയ ശത്രുവിനെയാണ്. നമ്മുടെ ഉള്ളിലെ അടങ്ങാത്ത കൊടുങ്കാറ്റ്. അതായത് നമ്മുടെ നിയന്ത്രണമില്ലാത്ത മനസ്സ്. അതിനെ എങ്ങനെ ശാന്തമാക്കാം? അതിനുള്ള താക്കോലും ഈ പഴയ താളുകളിലുണ്ട്. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അല്ലേ? ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാതെ മനസ്സ് ഓരോരോ ചിന്തകളിലേക്കിങ്ങനെ ചാടിച്ചാടി പോകുന്നത് അനുഭവിച്ചിട്ടില്ലേ? സാരമില്ല, വിഷമിക്കേണ്ട, അതിനും ഒരു വഴിയുണ്ട്. അന്നത്തെ ഋഷിമാർ ഇതിനൊരു നല്ല ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു ലക്ഷ്യവുമില്ലാതെ പാറിപ്പറക്കുന്ന ഒരു ചിത്രശലഭത്തെപ്പോലെയാണ് നമ്മുടെ മനസ്സ് എന്ന്. നല്ലൊരു ഉപമയല്ലേ? നമ്മുടെ ചിന്തകൾ ഒരു ദിശാബോധവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുകയാണ്. ഇനി അതിൻ്റെയൊക്കെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കണ്ടേ? ഇതിനായിട്ട് 4 വഴികളാണ് പറയുന്നത്. 1, എല്ലാ ദിവസവും ഒരു ചിട്ടയുണ്ടാവുക. 2, ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 3, കുറച്ചുനേരം നിശബ്ദമായിരുന്ന് ഒന്ന് ധ്യാനിക്കുക. 4, നമ്മുടെ ചിന്തകളെ നല്ല ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി, അലയടിക്കുന്ന നമ്മുടെ മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാകും. അപ്പോ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ആ മാറ്റം നമ്മുടെ പെരുമാറ്റത്തിലും വരണം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ഏതാണെന്നറിയാമോ? അത് നമ്മുടെ നല്ല സ്വഭാവമാണ്. ഇതിനെപ്പറ്റി ഈ മാസികയിലൊരു കിഡിലൻ കഥയുണ്ട്. ഒരു രാജാവിന്റെ കഥ. ആ രാജാവ് വിശ്വസിച്ചിരുന്നത് തന്റെ കോപമാണ് തന്റെ ഏറ്റവും വലിയ ശക്തി എന്നായിരുന്നു. പക്ഷേ ആ കോപം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതെന്താണെന്നോ? ജനങ്ങളുടെ വെറുപ്പും രാജ്യത്ത് സമാധാനമില്ലായ്മയും മാത്രം. അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സന്യാസി രാജാവിനെ കാണാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആയുധമൊന്നു മാറ്റൂ. കോപം താഴെ വെച്ചിട്ട് പകരം വിനയം, മധുരമുള്ള സംസാരം, ദയ, ഇതൊക്കെ ആയുധമാക്കി നോക്കൂ. അതാണ് യഥാർത്ഥ ശക്തി. രാജാവ് ആ ഉപദേശം കേട്ടു. പിന്നെ നടന്നത് അവിശ്വസനീയമായ കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പുതിയ ആയുധം, അതായത് നല്ല പെരുമാറ്റം, ജനങ്ങളുടെ എല്ലാം ഹൃദയം കീഴടക്കി. അപ്പോ കോപത്തേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുണ്ട് സ്നേഹത്തിനും ദയയ്ക്കും. ഇത് ആ രാജാവ് മാത്രമല്ല, നമ്മളും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അപ്പോ നല്ല പെരുമാറ്റം നമ്മുടെ സോഷ്യൽ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനോ? അതിന് നല്ല ശീലങ്ങൾ വേണം. ആരോഗ്യത്തെക്കുറിച്ച് ഈ മാഗസിൻ എന്താണ് പറയുന്നതെന്ന് കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ട നിങ്ങൾ ഞെട്ടരുത്.
1944 പ്രസിദ്ധീകരിച്ച ഈ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ കാണുന്ന 90% രോഗങ്ങളുടെയും പ്രധാന കാരണം ഒന്ന് മാത്രമാണ്. അത് നമ്മുടെ ദഹനവ്യവസ്ഥയിലെ പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് മലബന്ധം. ആ ലേഖനത്തിൽ നമ്മുടെ കുടലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലെ അഴുക്കുചാലെന്നാണ്. എന്തൊരു ശക്തമായ വാക്കാണല്ലേ! ഒരു പട്ടാളത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം പോലെയാണത്. അത് ബ്ലോക്കായാൽ എന്താകും അവസ്ഥ? അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഈ സിസ്റ്റവും എപ്പോഴും ക്ലീനായി വെക്കണം. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ധർമ്മം, ലാളിത്യം, മനസ്സ്, സ്വഭാവം, ആരോഗ്യം. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചാലോ? 80 വർഷം പഴയ ഈ അറിവുകൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ചുരുക്കി നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ? 1. ധർമ്മം എന്നത് നമ്മുടെ ദിവസേനയുള്ള നല്ല പ്രവൃത്തികളാണ്. 2. ലാളിത്യം നമുക്ക് സമാധാനം തരും. 3. ചിട്ടയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാം. 4. നമ്മുടെ ഏറ്റവും വലിയ ആയുധം കോപമല്ല, നല്ല പെരുമാറ്റമാണ്. പിന്നെ 5-ാമത്തേത്, ആരോഗ്യം തുടങ്ങുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയിൽ നിന്നാണ്. ഈ 5 കാര്യങ്ങൾ, ഇതാണ് ഒരു നല്ല ജീവിതത്തിന്റെ താക്കോൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, 80 കൊല്ലം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എത്ര പ്രസക്തമാണ്. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ്. നമ്മളിപ്പോൾ സംസാരിച്ച ഈ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു തത്വം, ഒരൊറ്റ കാര്യം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമോ? ഏതായിരിക്കുമത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.